ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 42ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ചോരയിൽ കുളിച്ച് കിടന്നിട്ടും ഒരു വിധത്തിൽ വീണ്ടും എഴുന്നേറ്റ് ഹെവൻലി ഗോഡിൻ്റെ മകളുടെ അടുത്തേക്ക് വരുന്ന നിങ്കയാണ്. ആ ഓർമ്മകളൊക്കെ സത്യമാണ്, നീ അത് അംഗീകരിച്ചില്ലെങ്കിലും അത് സത്യം തന്നെ ആയിരിക്കുമെന്ന് നിങ്കെ പറഞ്ഞു കഴിയുമ്പോൾ പല പ്രാവശ്യവും ഹെവൻലി ഗോഡിൻ്റെ മകൾ അവനെ അടിച്ച് തെറിപ്പിച്ച് വീഴ്ത്തുന്നുണ്ട്. സാങ്സാങ് അപ്പോൾ അവൻ മരിക്കാറായി, ഇനി അവനെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നു. ഹെവൻലി ഗോഡിൻ്റെ മകൾ അപ്പോൾ നിങ്കയോട് ചോദിക്കുകയാണ്, നിന്റെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞോളൂ. എന്നിട്ട് നിങ്ക പറയുകയാണ്, എൻ്റെ കൂടെ നീ വരണം, ഷീലിംഗ് വിട്ട് നീ വന്നാൽ മാത്രമേ ഫൂസിയുടെ പ്ലാൻ നടക്കുകയുള്ളൂ, എന്നിലൂടെ അത് പൂർത്തിയാകും. അവസാനം എനിക്ക് നിന്നെ എൻ്റെ പഴയ സാങ്സാങ് ആക്കണം. ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, നിനക്കിതിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് പറയുകയാണ്, നമുക്ക് ഒരുമിക്കാൻ സാധിക്കില്ലായിരിക്കാം, പക്ഷേ ഈ ഫൈറ്റ് അവസാനിക്കാൻ പോകുന്നില്ല, നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് ദീർഘനാൾ നീണ്ടു നിൽക്കും. ആദ്യമേ നീ ഇപ്പോൾ എന്നെ ഒന്ന് ഹീല് ചെയ്യൂ, അല്ലെങ്കിൽ നിനക്ക് വിധവയാകേണ്ടി വരും. അത് കേട്ട് കഴിയുമ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, നീ എന്നെ ശരിക്കും ദേഷ്യപ്പെടുത്തുന്നു. അതും പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി നല്ല അറ്റാക്ക് അവന് കൊടുക്കുന്നു. ആ ഒരു വേദന മൂലം തെറിച്ചു വീഴുന്ന അവൻ നല്ല വേദനയോടെ കരയുന്നുണ്ട്. നമുക്കും ആ കരച്ചിൽ കാണുമ്പോൾ സഹിക്കാനാകില്ല. സാങ്സാങ്ങും പൊട്ടി കരയുന്നു. പിന്നെ നിങ്കയുടെ വാക്കുകൾ ഓർത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന യേഹോങ്യുവിനെ കാണിക്കുന്നു. അതായത് അവളെ റേപ്പ് ചെയ്തത് ഷീലിങ്ങിൻ്റെ അധികാരിയാണ് എന്ന് നിങ്ക പറഞ്ഞ കാര്യങ്ങൾ. കുറച്ചുകൂടി നടന്നു പോയി കഴിയുമ്പോൾ അങ്ങോട്ട് നടന്നു വരികയായിരുന്ന ഷീലിങ്ങിൻ്റെ അധികാരിയെയും കുറച്ച് ആളുകളെയും കാണുന്നു. ആക്രമണമേറ്റത് കൊണ്ട് തന്നെ അതിൻ്റെ ആഘാതവുമുണ്ട്. യേഹോങ്യു അതിനെപ്പറ്റി ഡയറക്റ്റായിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരിക്ക് അതിന് ഉത്തരമൊന്നും പറയാൻ സാധിക്കുന്നില്ല. യേഹോങ്യു പറയുകയാണ്, വെറുതെ അല്ല തേർഡ് സിസ്റ്റർ നിന്നെ കൊല്ലാതിരുന്നത്, അത് എന്തുകൊണ്ടാണെന്നോ ഓർത്തപ്പോൾ എനിക്ക് ശരിക്കും ആശ്ചര്യം തോന്നിയിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലായത്. ഞാൻ ഈ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ തന്നെ നിന്നെ കൊല്ലുമെന്ന് തേർഡ് സിസ്റ്റർ മനസ്സിലാക്കിയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് നിന്നെ അന്ന് കൊല്ലാതെ വിട്ടത്. എന്നിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നറിയാം, അവസാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതെല്ലാം തന്നെ അക്കാദമിയുടെ ഒരു പ്ലാനാണ്, അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ്. നിന്നെ താവോ മൈൻഡിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിനും ഷീലിങ്ങിനെ വിഭജിക്കുന്നതിനും വേണ്ടി തന്നെ. എന്നാൽ ദേഷ്യത്തോടെ യേഹോങ്യു പറയുകയാണ്, താവോ മൈൻഡിനെ കുറിച്ച് പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല. അതിനുശേഷം അവനോട് അവളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറയുന്നു. ഷീലിങ്ങിൻ്റെ അധികാരിയാകട്ടെ അവശതയിലായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ്. യേഹോങ്യു ആദ്യം മറ്റുള്ളവരെ അടിച്ചു തെറിപ്പിച്ചു. ഇപ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി മാത്രമേ ഉള്ളൂ. യേഹോങ്യു അവളുടെ വാള് ഷീലിങ്ങിൻ്റെ അധികാരിയുടെ കഴുത്തിൻ്റെ അടുത്ത് വരെയും കൊണ്ടുവന്നു. എന്നിട്ടും അവനൊന്നും തന്നെ ചെയ്തില്ല. കാരണം യേഹോങ്യുവിൻ്റെ ആ ആക്രമണത്തെ ചേർത്ത് നിൽക്കാൻ സാധിക്കില്ല എന്ന് ഈ ഷീലിങ്ങിൻ്റെ അധികാരിക്ക് നന്നായിട്ട് അറിയാം. തൻ്റെ സ്റ്റിക്ക് ഉപേക്ഷിച്ച് മരണശിക്ഷ സ്വീകരിക്കാൻ അവൻ റെഡി ആയിട്ട് നിൽക്കുന്നതായി കാണുമ്പോൾ യേഹോങ്യു അവനെ ഭീരു എന്ന് വിളിക്കുന്നു. അതിനുശേഷം വാളുകൊണ്ട് പാഞ്ഞു ചെന്ന് അവനെ കൊല്ലാൻ ഒരുങ്ങിയതാണ്. എന്നാൽ ഒരു ശക്തി അവളെ അടിച്ചു തെറിപ്പിച്ചു. അത് വേറെ ആരുമായിരുന്നില്ല, ടെമ്പിൾ മാസ്റ്റർ ആയിരുന്നു. ടെമ്പിൾ മാസ്റ്റർ പറയുന്നത്, ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ്. ഷീലിങ്ങിൻ്റെ അധികാരിയുടെ ജീവൻ തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ടെമ്പിൾ മാസ്റ്റർ പറയുന്നു. എന്നാൽ ഇവൻ ദുഷ്ടനാണ്, വധിക്കപ്പെടണമെന്ന് യേഹോങ്യു പറയുന്നു. സ്വർഗം എന്നോട് നീതി കാണിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ആ നീതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് അവൾ ഷീലിങ്ങിൻ്റെ അധികാരിയെ ആക്രമിക്കുന്നു. അതിനുശേഷം അവൻ്റെ കൈ പിരിച്ചൊടിച്ച് ഒരു സ്ട്രിങ് ഉപയോഗിച്ച് വലിച്ചു മുറുക്കുന്നതായി നമുക്ക് കാണാം. അവൻ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല. അവനിപ്പോൾ വേദനയാൽ പുളയുകയാണ്. യേഹോങ്യുവിൻ്റെ ആ ട്രിക്ക് കണ്ടു കഴിയുമ്പോൾ അവന് അതിശയം തോന്നുന്നുണ്ട്. അത് അവളുടെ ശരീരത്തിൽ അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു, ആ സ്ട്രിങ്. അപ്പോൾ യേഹോങ്യു പറയുകയാണ്, ലിയാങ്ഷെങ് എന്നെ തിന്നാൻ ശ്രമിച്ചതിന് ശേഷമാണ് ഞാനിത് ആർജിച്ചത്, ഇനി ആര് എന്നെ തൊട്ടാലും അവൻ മരിക്കും. എന്നാൽ ടെമ്പിൾ മാസ്റ്റർ അവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിൻ്റെ ഒരു പേജ് ഇതേ സമയം എറിയുന്നു. ആ ഒരു ശക്തിയാൽ യേഹോങ്യു വീണ്ടും തെറിച്ചു പോയി വീഴുകയാണ്. ആ സ്ട്രിങ്ങും ഛേദിക്കപ്പെടുന്നു. ഡാമേജ് കിട്ടിയ യേഹോങ്യു ചോര തുപ്പി പോകുന്നുണ്ട്. യേഹോങ്യു ടെമ്പിൾ മാസ്റ്ററിനോട് എന്ന പോലെ ദേഷ്യത്തോടെ പറയുകയാണ്, ഓൾമൈറ്റി ബുക്ക് തന്നെ എനിക്കെതിരെ പ്രയോഗിച്ചല്ലേ. ഷീലിങ്ങിൻ്റെ അധികാരിയും യേഹോങ്യുവിനോട് ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിയാൻ പറയുന്നു. യേഹോങ്യു പറയുകയാണ്, അതെ, എനിക്ക് ജീവിക്കണം, എൻ്റെ ജീവൻ എടുക്കാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേഹോങ്യു അതിനുശേഷം അവിടുന്ന് ഓടിപ്പോകുന്നു. പിന്നെ തടവറയിലാക്കപ്പെട്ട നിങ്കയെ കാണിക്കുന്നു. ഇപ്പോഴും അവൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്. സാങ്സാങ് അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരിക്കലും കാണില്ല എന്നാണ് കരുതിയത്, എന്നാൽ എന്നെ തേടി നീ ഇങ്ങോട്ട് വന്നു. സാങ്സാങ് പറയുന്നതൊന്നും നിനക്ക് കേൾക്കുന്നില്ല. അവൻ കേൾക്കുന്നില്ലെങ്കിലും അവൻ്റെ മുറിവുകളിലൊക്കെ തലോടി അവനെ ആശ്വസിപ്പിക്കുന്നത് പോലെയാണ് സാങ്സാങ് സംസാരിക്കുന്നത്. എനിക്ക് വേണ്ടിയാണല്ലോ നീ ഇത്രയൊക്കെ സഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം അവൻ്റെ മുറിവുകൾ ഹീല് ചെയ്യുകയാണ് സാങ്സാങ്. ശേഷം നിനക്ക് തണുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് കരയുകയും അവൻ്റെ കാല് മടിയിൽ വെച്ച് ചൂടാക്കുകയും ഒക്കെ ചെയ്യുന്നു. അല്പം കഴിയുമ്പോൾ നിക്ക് ബോധം വന്ന് എഴുന്നേൽക്കുന്നു. അവൻ്റെ ശരീരത്തിൽ നോക്കിക്കഴിയുമ്പോൾ അവന് തന്നെ ഹീല് ചെയ്തത് അനുഭവപ്പെടുന്നു.
ഏകദേശം അവൻ്റെ മുറിവുകൾ ഇപ്പോൾ ഭേദമായിട്ടുണ്ട്. അതിനുശേഷം അവന് അവസാനം അറ്റാക്ക് കിട്ടി അവൻ്റെ പ്രൈവറ്റ് പാർട്ട് ചെക്ക് ചെയ്യുന്നു. ആ ഒരു അറ്റാക്കിലാണ് അവൻ ഒരുപാട് വേദന അനുഭവിച്ചത്. അത് ചെക്ക് ചെയ്തതിന് ശേഷം ദേഷ്യത്തോടെ ഹെവൻലി ഗോഡിനോട് എന്ന പോലെ ഉച്ചത്തിൽ അവൻ വിളിച്ചു പറയുകയാണ്, നീ എന്നോട് എന്താണ് ഈ ചെയ്തത്? നിന്നെ ഞാൻ കൊല്ലും. എന്നെ കൊല്ലാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയുന്നു. സാങ്സാങ് അപ്പോൾ പറയുന്നുണ്ട്, യങ് മാസ്റ്ററിനെ ഇപ്പോഴും ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്, എന്താണ് നിനക്ക് വേണ്ടത്? അപ്പോൾ ഹെവൻലി ഗോഡിന്റെ മകൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നിക്കയുടെ കൈക്ക് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ആ വേദന മൂലവും നിക്ക കരയുന്നുണ്ട്. അതൊന്നും കണ്ടു നിൽക്കാനാകാതെ സാങ്സാങ് തന്നെ നിക്കയോട് അവൾക്ക് കീഴടങ്ങാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിലും ഭേദം ഭരിക്കുന്നതാണ് നല്ലതെന്ന് പോലും പറയുന്നു. എന്നാൽ നിക്ക അതൊന്നും കേൾക്കുന്നില്ലല്ലോ. സാങ്സാങ് അതിനുശേഷം ഹെവൻലി ഗോഡിന്റെ മകളോട് തന്നെ ചോദിക്കുകയാണ്, നീ ഇതൊക്കെ എൻജോയ് ചെയ്യുകയാണല്ലേ അവനിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഹെവൻലി ഗോഡിന്റെ മകൾ അപ്പോൾ പറയുകയാണ്, എനിക്ക് കീഴടങ്ങുകയല്ലാതെ അവന് വേറെ വഴിയൊന്നുമില്ല. ഹെവൻലി ഗോഡിന്റെ മകൾക്ക് നിക്ക് ഒരു അടിമയെ പോലെ ആകണമെന്നാണ് പറഞ്ഞു വരുന്നത്. നിക്ക് ഇതേ സമയം പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടിമയാകാം, പക്ഷെ എൻ്റെ സാങ്സാങ്ങിനെ തിരികെ തരണം. ഹെവൻലി ഗോഡിന്റെ മകൾ ഇതേ സമയം പറയുകയാണ്, മനുഷ്യർ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഉറുമ്പുകളെ പോലെയാണ്, അവർ ആകാശത്തെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ മറ്റൊരു വിഡ്ഢി അവനെ കാണാൻ വരുന്നുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, മിങ്ചി ആയിരുന്നു. മിങ്ചി നിക്കയോട് പറയുകയാണ്, പുറത്ത് നല്ല മഴയാണ്, അതൊന്നും നിനക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, അതിനുള്ള ഭാഗ്യം നിനക്കില്ലല്ലോ, എപ്പോഴും ഈ തടവറയിലായിരുന്നാൽ ഒരിക്കലും നിനക്കത് കാണാനാകില്ല. നിക്ക് ഇതേ സമയം പറയുകയാണ്, നീ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം, പക്ഷേ ഷീലിങ്ങിന്റെ അധികാരിയും ടെമ്പിൾ മാസ്റ്ററും ശ്രമിച്ചിട്ട് പോലും അറിയാൻ സാധിക്കാഞ്ഞ ആ രഹസ്യം നിനക്ക് അറിയാനുള്ള യോഗ്യതയൊന്നുമില്ല. നിനക്ക് എന്നോട് അസൂയുണ്ടല്ലേ? വളരെ എക്സലന്റ് ആയിട്ടുള്ള എന്നോട് നിന്നെ പോലെയുള്ള കുറെ ആളുകൾക്ക് അസൂയ ഉണ്ടാകുമെന്നറിയാം. മിങ്ചി പറയുകയാണ്, മിക്കവാറും നിന്റെ ജീവിത അവസാനം വരെ നീ ഈ തടവറയിൽ തന്നെ ആയിരിക്കും, എന്നിട്ട് നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. ശരിയാണ്, എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നുണ്ട്, ഹെവൻലി ഗോഡ് നിന്നെ വെറുതെ വിട്ടതിൽ. നിനക്കറിയാമോ, സാധാരണ വ്യക്തികളിൽ ഹെവൻലി ഗോഡ് ഏറ്റവും അടുത്തിരിക്കുന്നത് എന്നോടാണ്. അതുകൊണ്ടാണ് ഹെവൻലി ഗോഡിന്റെ മൈൻഡിന്റെ ഇൻസ്പിറേഷൻ കൊണ്ട് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ ഞാൻ ബ്രേക്ക് ചെയ്തത്. ഇപ്പോഴാണ് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷന് വിള്ളലുണ്ടാകാനുള്ള പ്രധാന കാരണം മനസ്സിലാവുന്നത്. അത് ഹെവൻലി ഗോഡിന്റെ മകളുടെ പ്രവൃത്തി തന്നെ ആയിരുന്നു. എന്നാൽ മിങ്ചി ആയിരുന്നു അത് പ്രാവർത്തികമാക്കിയത്. എന്നാൽ അത് കേട്ട് നിങ്ക പറയുകയാണ്, എന്നെക്കാളും അവളോട് ക്ലോസ് ആയിട്ടുള്ള വേറെ ആരുമില്ല. മിങ്ചി പറയുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ക പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിനക്ക് എന്നെ കൊന്നൂടെ? മിങ്ചി പറയുകയാണ്, ഹെവൻലി ഗോഡിന്റെ ആഗ്രഹത്തിനെതിരെ ആരും തന്നെ ഒന്നും ചെയ്യില്ല. നിങ്ക പറയുകയാണ്, ആര് പറഞ്ഞു? ഫൂസി ചെയ്തല്ലോ, എൻ്റെ അങ്കിൾ കേഹാറും ചെയ്തല്ലോ, പിന്നെ ഞാൻ തന്നെ എത്ര പ്രാവശ്യം ചെയ്തിരിക്കുന്നു. അത് കേട്ട് മിങ്ചി പറയുകയാണ്, അതുകൊണ്ടാണ് നിന്റെ അങ്കിൾ കേഹാരോണും ഫൂസിയും മരിച്ചത്. നിങ്ക അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നില്ലേ, അതുതന്നെയാണ് അവൾ ഓംനിപൊട്ടൻ്റ് അല്ല എന്നതിനുള്ള തെളിവ്. മിങ്ചി പറയുകയാണ്, അതും ശരിയാണ്, അതേപോലെ തന്നെ എനിക്ക് നിന്നെയല്ല നിനക്ക് എന്നെയല്ലേ കൊല്ലാൻ താല്പര്യമുണ്ടാവുക, കാരണം ഗോഡ് സ്റ്റാർട്ടിംഗ് ഫോർമേഷനിൽ വിള്ളൽ വരുത്തിയത് ഞാനല്ലേ. അതുകൂടാതെ ഞാനിപ്പോൾ സൗത്ത് ബ്രാഞ്ചിന്റെ മാസ്റ്ററുമാണ്. നിനക്ക് ഈ അവസ്ഥയിൽ എന്നെ എന്ത് ചെയ്യാനാകും? നിനക്ക് പറയുകയാണ്, ഈ ഒരു അവസ്ഥയിലാണെങ്കിലും നിന്നെ കൊല്ലുവാൻ എൻ്റെ കയ്യിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് അതായിരിക്കും. അതായത് നിനക്ക് കുറച്ച് നാളുകൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. മിങ്ചി അപ്പോൾ ചോദിക്കുകയാണ്, നീ എങ്ങനെ എന്നെ കൊല്ലാൻ പോകുന്നോ? നിനക്ക് ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഹെവൻലി ഗോഡ് അനുവദിച്ചാൽ മാത്രമല്ലേ നിനക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അത് കേട്ടപ്പോഴും നിങ്ക എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നപ്പോഴും അവനൊന്ന് പേടിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. മിങ്ചി അതിനുശേഷം ഷീലിങ്ങിന്റെ അധികാരിയുടെ അടുത്ത് വന്ന് ഇക്കാര്യം അറിയിക്കുന്നു. അപ്പോൾ അവൻ ആലോചിക്കുകയാണ്, അവൻ ആ രഹസ്യ തടവറയിലാണോ? വെറുതെ അല്ല ആ ഒരു സംഭവത്തിന് ശേഷം ആരും നിങ്കയെ കാണാതിരുന്നത്. മിങ്ചി അപ്പോൾ പറയുകയാണ്, എന്തുകൊണ്ടായിരിക്കും ഹെവൻലി ഗോഡിന്റെ മകൾ അവനെ കൊല്ലാത്തത്? ഹെവൻലി ഗോഡിനെതിരെ പ്രവർത്തിച്ച് അത് തനിക്ക് അന്വേഷിക്കാൻ സാധിക്കില്ല എന്ന് ഷീലിങ്ങിന്റെ അധികാരി പറയുന്നു. എന്തൊക്കെ വന്നാലും അത് ഹെവൻലി ഗോഡിന്റെ മകളുടെ പണിഷ്മെന്റ് തന്നെ ആയിരിക്കും. ജീവിതകാലം മുഴുവനും ഇനി അവൻ ആ തടവറയിൽ തന്നെ ആയിരിക്കും. അതിനുശേഷം മിങ്ചി നിങ്കയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ഷീലിങ്ങിന്റെ അധികാരി പറയുകയാണ്, നിങ്കയെ കൊല്ലാനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും നിനക്കിപ്പോൾ ഇല്ല. ഇവിടുത്തെ താവോയിസത്തിന് വേണ്ടി നല്ല കോൺട്രിബ്യൂഷൻ നടത്തി എന്ന് കരുതി നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് നീ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഹെവൻലി ഗോഡിന്റെ മകൾ പോലും നിങ്കയെക്കുറിച്ചുള്ള വാർത്ത പുറത്തറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കാൻ നമുക്കെങ്ങനെ സാധിക്കും? ഇതിനെതിരെ നീ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നീ നിന്റെ മരണത്തെ വിളിച്ചു വരുത്തുന്നത് പോലെയാണ്. മിങ്ചി അത് കേട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ പറയുകയാണ്, ഷിയോതാങ്ങും പിപിയും ആ ഒരു സംഭവത്തിന് ശേഷം ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയെന്ന് കേട്ടു. അത് ഷീലിങ്ങിന് വലിയ നാണക്കേടാണ്. ഷീലിങ്ങിന്റെ അധികാരി പറയുകയാണ്, അവർ ഇതുവരെയും രക്ഷപ്പെട്ടിട്ടില്ല, അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ പിടിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലും ആളുകളെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അവർ രക്ഷപ്പെടില്ല, ഇവിടെ തന്നെ എത്തും.
പെട്ടെന്ന് തന്നെ ഹെവൻലി ഗോഡിന്റെ മകളുടെ ശബ്ദം കേൾക്കുകയാണ്, മിങ്ചിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട്. അവൻ അവിടെ ഹെവൻലി ഗോഡിന്റെ മകളുടെ അടുത്തെത്തി കഴിയുമ്പോൾ തന്നെ സാങ്സാങ് പറയുകയാണ്, എനിക്ക് ഇവനെ ഇഷ്ടമല്ല. ഷീലിങ്ങിന്റെ പ്രീസ്റ്റ് ആയിട്ടുള്ള ഇവൻ ഒരു ചാരനായിട്ട് താങ് സ്റ്റേറ്റിലെത്തി. ഒരുപാട് ആളുകളെ ഇവൻ ചതിച്ചു കൊന്നിട്ടുണ്ട്. എൻ്റെ യങ് മാസ്റ്റർ ഏറ്റവും വെറുക്കുന്നത് ചതിയന്മാരെയാണ്. ഉടനെ തന്നെ ഹെവൻലി ഗോഡിന്റെ മകളും പറയുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അത് കേട്ട് പേടിച്ച് അവനൊന്ന് മുട്ടുകുത്തുന്നുണ്ട്. ഹെവൻലി ഗോഡിന്റെ മകളാകട്ടെ അവന്റെ അരയ്ക്ക് മീതെ കട്ട് ചെയ്യാൻ ഉത്തരവിടുന്നു. സാങ്സാങ്ങിന് അത് കേട്ട് സന്തോഷമാകുന്നു. അതിനുവേണ്ടി അവിടുത്തെ പ്രീസ്റ്റുകൾ അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു. സാങ്സാങ് പറയുകയാണ്, നീ അത് അർഹിക്കുന്നു. അവൻ എത്രയൊക്കെ കരഞ്ഞപേക്ഷിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. അതിനുശേഷം ലോകം മുഴുവനുമായിട്ട് PPAയും ഷിയോതാങ്ങിനെയും പിന്തുടരുന്നത് നിർത്താനും ഹെവൻലി ഗോഡിന്റെ മകൾ ഉത്തരവിടുന്നു. ഇതേ സമയം തന്നെ ഷിയോതാങ്ങിനെയും PPAയും പിന്തുടർന്നു വന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ആ ഉത്തരവ് പ്രകാരമായിരിക്കണം തിരികെ പോകുന്നതായും കാണിക്കുന്നു. PP അപ്പോൾ വിശ്വസിക്കുന്നത് അത് നിങ്കയുടെ പ്രവൃത്തി തന്നെ ആയിരിക്കുമെന്നാണ്. നിങ്കയും സേഫ് ആയിരിക്കണമെന്ന് അവൻ അപ്പോൾ പറയുന്നു. സാങ്സാങ് ഇതേ സമയം ഹെവൻലി ഗോഡിന്റെ മകളോട് പറയുകയാണ്, നിങ്കയെ എന്തുകൊണ്ടാണ് റിലീസ് ചെയ്യാത്തത്? അവരെല്ലാവരും തന്നെ എനിക്ക് പ്രധാനപ്പെട്ടതാണ്. ഹെവൻലി ഗോഡിന്റെ മകൾ അപ്പോൾ പറയുകയാണ്, PPയെ വെറുതെ വിട്ടത് വേറൊന്നും കൊണ്ടല്ല. ലൈറ്റ് ഹാൾ കോൺഫറൻസിലെ ആ മീറ്റിംഗ് കഴിഞ്ഞ് ജീവനോടെ അവൻ വരികയാണെങ്കിൽ അവന്റെ ജീവൻ ഞാൻ ഭിക്ഷയായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കണം. അത് കേട്ട് സാങ്സാങ് പറയുകയാണ്, ഫൂസി പറയാറുള്ള ഹ്യൂമാനിറ്റി ഇത് തന്നെയാണ്. ദേഷ്യത്തോടെ ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ്, മിണ്ടാതിരിക്കൂ. ആ ഒരു ഹ്യൂമാനിറ്റി കാരണമാണ് തിരിച്ച് നമുക്ക് ഹെവനിലേക്ക് പോകാൻ സാധിക്കാത്തത്. സാങ്സാങ് അപ്പോൾ ചോദിക്കുകയാണ്, നിങ്കയെ ആ തടവറയിൽ എന്നേക്കും ആക്കാൻ പോവുകയാണോ? അവിടെ കഠിന തണുപ്പാണ്. ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ്, ഇതിലും മോശകരമായിട്ടുള്ള അവസ്ഥയിലൂടെ ആയിരിക്കും ഞാൻ അവനെ കടത്തിവിടാൻ പോകുന്നത്. അതിനുശേഷം 2 സേവകന്മാർ വന്ന് നിങ്കയെ എടുത്ത് ഹെവൻലി ഗോഡിന്റെ മകളുടെ അടുത്തേക്ക് തൂക്കിക്കൊണ്ടുവരുന്നു. ഹെവൻലി ഗോഡിന്റെ മകൾ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ക പറയുകയാണ്, ഹെവന്റെ വില്ലിനെതിരെ പ്രവർത്തിക്കുന്നത് എനിക്ക് സാധാരണമാണ്. ആദ്യം എനിക്ക് കൾട്ടിവേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു ഹെവന്റെ വില്ല്. പക്ഷെ ഞാൻ അതിനെതിരെ പ്രവർത്തിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നു. ഹെവൻലി ഗോഡിന്റെ മകൾ ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ വില്ലിനെതിരെ പ്രവർത്തിക്കുമെന്നാണോ നീ പറയുന്നത്? നിങ്ക പറയുകയാണ്, അതാണ് എൻ്റെ വിധി. ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ്, നിന്റെ വിധി എനിക്ക് മാറ്റിക്കുറിക്കാൻ സാധിക്കില്ല എന്നാണോ കരുതുന്നത്? നിങ്ക അപ്പോൾ പറയുകയാണ്, ഹെവന്റെ വില്ലിനെതിരെ പ്രവർത്തിച്ചാൽ മാത്രമേ എൻ്റെ ഡെസ്റ്റിനിയെ അല്ലെങ്കിൽ എൻ്റെ വിധിയെ എനിക്ക് മാറ്റി എഴുതാനാവുകയുള്ളൂ. അതിനുശേഷം നിങ്ക സാങ്സാങ്ങിനെ എടുത്തു വളർത്തിയത് മുതലുള്ള കാര്യങ്ങൾ പറയുന്നു. അവളുമായിട്ട് ചെറുപ്പത്തിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ക അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് പൊക്കിയെടുക്കാറുണ്ട്. സാങ്സാങ് അതെല്ലാം ഓർമ്മ വരുമ്പോൾ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം മുടിയിൽ പിടിച്ചുകൊണ്ട് കളിയാക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഹെവൻലി ഗോഡിന്റെ മകളിന് അത് ഇഷ്ടമാകുന്നില്ല. അവളുടെ ശക്തി ഉപയോഗിച്ച് മുടിയിൽ കുത്തിപ്പിടിച്ച എന്ന പോലെ തന്നെ അവൾ അവനെ പൊക്കുന്നു. അതിനുശേഷം അവനെ നിലത്തിടുമ്പോൾ സാങ്സാങ് ഓടി വരുന്നുണ്ട്. എന്നാൽ നിങ്ക വീണ്ടും ഒരു വിധത്തിൽ എഴുന്നേറ്റിട്ട് പറയുകയാണ്, എൻ്റെ നേറ്റീവ് ഒബ്ജക്റ്റ് നീയാണ്. ആ വിധി മാറ്റാനാകില്ല. നിനക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. അത് കേട്ടപ്പോൾ ദേഷ്യമായിട്ടും ഹെവൻലി ഗോഡിന്റെ മകൾ ഒന്നും പറയാതെ അവനെ ഡ്രസ്സ് അണിയിപ്പിക്കാൻ പറയുന്നു. അടുത്ത പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്കയെ കൊണ്ട് ഹെവൻലി ഗോഡിന്റെ മകൾ അവളെ സെർവ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. നിങ്ക ചോദിക്കുകയാണ്, ഞാൻ നിന്നെ അങ്ങനെ സേവിക്കുകയാണെങ്കിൽ നീ സാങ്സാങ് ആണെന്ന് സമ്മതിക്കുമോ? എന്നാൽ ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ്, ഇല്ല, സാങ്സാങ് മരിച്ചു. എന്നാൽ നിങ്ക അവൾ സാങ്സാങ് തന്നെയാണെന്ന് പറയുന്നു. അതിനുശേഷം നിങ്ക പോയി കഴിയുമ്പോൾ ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ്, ഞാനിവിടെ ഉള്ളപ്പോൾ സാങ്സാങ്ങിന് പ്രത്യക്ഷമാകാനാകില്ല. കാരണം സാങ്സാങ് ഹെവനിലുള്ളതാണ്. എന്നാൽ താൻ തൻ്റെ യങ് മാസ്റ്ററിന്റെ പെണ്ണാണെന്ന് സാങ്സാങ് പറയുന്നു. നീ അവനെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഒട്ടും തന്നെ ശരിയല്ല. ഹെവൻലി ഗോഡിന്റെ മകൾ അപ്പോൾ പറയുകയാണ്, ഞാൻ അവനെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൻ എന്നെ സെർവ് ചെയ്യട്ടെ. അതിനുശേഷം നിങ്ക അവളെ സെർവ് ചെയ്യുന്നതായി കാണിക്കുന്നു. ആദ്യമേ അവനെ കൊണ്ട് അവളുടെ കാലുകൾ കഴുകിപ്പിക്കുകയാണ്. അവളുടെ കാലിലെ പച്ച കുത്തിയതുപോലെയുള്ള മൾബറിയുടെ ഇലകൾ കണ്ടു കഴിയുമ്പോൾ നിങ്ക പറയുകയാണ്, ചെറുപ്പം മുതലേ ഈ ഇല ഞാൻ കാണാറുള്ളതാണ്. ഇത് സാങ്സാങ്ങിന്റെ കാലിലുള്ളതാണ്. സത്യമായി നീ സാങ്സാങ് തന്നെയാണ്. അപ്പോൾ അരികിലുള്ള സാങ്സാങ് പറയുകയാണ്, നിനക്ക് എന്നെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും അവൾക്ക് വേണ്ടി നീ ചെയ്യില്ലായിരുന്നു. അല്പം കഴിയുമ്പോൾ നിങ്കയ്ക്ക് അവളെ ശരിക്കും സാങ്സാങ്ങിനെ പോലെ തോന്നുന്നു. സാങ്സാങ്ങിനോട് എന്ന പോലെ കളിച്ചും ചിരിച്ചുകൊണ്ട് അവളുടെ കാല് കഴുകാൻ തുടങ്ങുന്നു. എന്നാൽ അതെല്ലാം അവന്റെ തോന്നലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെടാതെ ഹെവൻലി ഗോഡിന്റെ മകൾ അവനെ തട്ടി മാറ്റുകയാണ്. ആ വെള്ളം അവന്റെ മുഖത്ത് തെറിച്ചിരുന്നു. എന്നാൽ നിങ്ക പറയുകയാണ്, എൻ്റെ വൈഫിന്റെ കാല് കഴുകിയ വെള്ളമല്ലേ, കുഴപ്പമില്ല. അതിനുശേഷം നിങ്ക അവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്കയുടെ പുറകെ സാങ്സാങ്ങും പോകാൻ ഒരുങ്ങുന്നു. സാങ്സാങ് അതിനു മുമ്പേ പറയുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ ബോഡി നീ എനിക്ക് തിരികെ തരണമെന്ന്. എന്നാൽ ദേഷ്യത്തോടെ ഹെവൻലി ഗോഡിന്റെ മകൾ അവളുടെ ശക്തി ഉപയോഗിച്ച് സാങ്സാങ്ങിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പറയുകയാണ്, നീ വെറുതെ സ്വയം ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്.
അതിനുശേഷം അടുക്കളയിൽ നിങ്കെ കുക്ക് ചെയ്യുന്നതായി കാണിക്കുന്നു. സാങ്സാങ്ങും അവിടെ ഇരുന്ന് അത് നിരീക്ഷിക്കുന്നുണ്ട്, അവൻ കുക്ക് ചെയ്യുന്നതെല്ലാം. കൂടാതെ അവന് കുക്ക് ചെയ്യാൻ അറിയുമോ എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ പോലും. സാങ്സാങ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ കുക്ക് ചെയ്യുന്ന അത്രയും ഗുഡാണോ നിന്റെ കുക്കിംഗ്? അതിന് ഉത്തരം എന്ന പോലെയാണ് നിക്ക് ആ സമയം പറയുന്നത്, ഞാനിപ്പോൾ നീ കുക്ക് ചെയ്യുന്നത് പോലെയൊക്കെ കുക്ക് ചെയ്യും. എന്നാൽ അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് അവൻ പറയുകയാണ്, സാങ്സാങ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുക്കിംഗ് ഇതിലും ബെറ്റർ ആയാനേ. അതിനുശേഷം പഴയ ഓർമ്മകളൊക്കെ അവൻ പറയുന്നു. സാങ്സാങ്ങിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ സൂപ്പ് ആദ്യമായിട്ട് കഴിച്ച കാര്യങ്ങളാണ് ഓർത്തെടുക്കുന്നത്. അത് ഓർത്ത് കഴിയുമ്പോൾ സാങ്സാങ്ങിനും സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം അവസാനം വിഷമത്തോടെ അവൾ അവനെ വിട്ടുപോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആരും കരുതിയിരുന്നില്ല അവൾ അവനെ വിട്ടുപോകുമെന്നൊക്കെ. അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സാങ്സാങ് പറയുകയാണ്, യങ് മാസ്റ്റർ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ലാസ്റ്റ് എപ്പിസോഡുമായി നമ്മൾ ഉടൻ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.